ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ കുക്കറിനകത്ത് കടലക്കറി വെക്കാനായിട്ട് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും കടലക്കറിയും മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചായ ഇട്ടു കേട്ടോ. ഇപ്പോൾ ചായ ചേട്ടൻ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ചായ ഇട്ടത് കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ദോശയും കടലക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിറകില്ലായിരുന്നു കേട്ടോ. വിറക് കുറച്ച് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. താഴെ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 3 പേരോട് ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എബി ആ സമയത്ത് ഉറക്കമൊന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനും ചായയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ചില സമയത്ത് ഞാൻ അടച്ച് വയ്ക്കും, ചില സമയത്ത് തുറന്ന് തന്നെ വെച്ചിരിക്കും. ആ ഒരു ആവിയൊക്കെ പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് ഞാൻ അടച്ച് വയ്ക്കും കേട്ടോ, ചെറു ചൂടോടെ കുടിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നും കുറച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറു ചൂടോടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി രാവിലത്തെ ഫുഡും എല്ലാം വെച്ചതിന് ശേഷമാണ് പള്ളിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ടിരുന്നു. ഭയങ്കര ധൃതിയായിരുന്നു കേട്ടോ. രാവിലെ ഒന്നിനും ഒരു സമയം കിട്ടാത്തതുപോലെയായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എന്തൊക്കെ ഫുഡൊക്കെ വെച്ചു എന്നുള്ള കാര്യം പോലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാത്തത് കേട്ടോ. എഴുന്നേൽക്കുന്നതും ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്. പക്ഷെ നമുക്ക് 8 മണിക്ക് പള്ളിയിൽ എത്തേണ്ടി ഉണ്ട്. 8:30 ഉണ്ടെന്ന് വെച്ചാൽ 8:30 അവിടെ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും ഉണ്ട് കേട്ടോ. ഫ്രണ്ട്ലി 2 പിള്ളേരുണ്ട്, സിസ്റ്ററും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. വേറെ അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ 2-3 പിള്ളേർ അല്ലാതെ അവർ സ്കൂട്ടിയിലൊക്കെ വരുന്നവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പള്ളിയിൽ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന 2-3 പേര് അതിൻ്റെ അടുത്ത് താമസമുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ മെഡിറ്റേഷനും ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലത്തെ അവരുടെ ഓരോ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. ശമാശന്മാരുടെ ഡാൻസ് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്, നല്ല പാട്ടുകളും ഒക്കെയാണ് കേട്ടോ. കോപ്പി റൈറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് പാട്ടുകളൊന്നും ഇതിനകത്ത് ഇടാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പോൾ എബിത ഈ ടീമിലാണ് കേട്ടോ, ഈ പയ്യൻ്റെ ടീമിലാണ്, ഫ്രണ്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ എബി നമ്മുടെ പള്ളിയിലുള്ള ക്ലിമിസും ഉണ്ട്, അവനും എബിയൊക്കെ ഒരു ടീമിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് അവനും. അപ്പോൾ പെൺകുട്ടികൾ അൽഫോൺസയും ഉണ്ട്. ഇന്ന് അടുക്കത്തൊരു ടീമിൽ മാത്രം നമ്മുടെ പള്ളിയിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പുറം ഇപ്പുറമുള്ള 2 ടീംസിലും നമ്മുടെ പള്ളിയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഇതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ പണ്ട് VBSന് പോയ കാര്യങ്ങളും ക്യാമ്പിന് പോയതും ഒക്കെ ഓർത്തായിരുന്നു ഇരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പള്ളിയിൽ നിന്ന് വേറൊരു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടീച്ചർ നമ്മുടെ ബന്ധു തന്നെയാണ് കേട്ടോ. അപ്പോൾ പള്ളിയുടെ തൊട്ട് ബാക്കിലെ ചേച്ചി വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതുവരെയും ഫസ്റ്റ് ദിവസം ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ഇറങ്ങിയില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അരിനെല്ലിക്ക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പുളിപ്പും മധുരവും ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ. നമ്മളവിടെ അപ്പോൾ കാറ്റടിക്കുമ്പോൾ തന്നെ വന്ന് വീഴും കേട്ടോ. അപ്പോൾ നമ്മളത് പറക്കി തിന്നുകൊണ്ടേയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ വെള്ളമാണ് കേട്ടോ, വെള്ളവും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ചതിന് ശേഷം പിന്നെ അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 3 ടീംസായിട്ടൊക്കെ പിള്ളേരെ തിരിച്ചിരുത്തും. അവിടുത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനകത്തിരിക്കാം കേട്ടോ. പിന്നെ ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ പൊതുവെ പുറത്ത് വന്നിരിക്കും. 3-4 ക്ലാസ്സൊക്കെ ആയിട്ട് തിരിച്ചിരുത്തും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സിസ്റ്റർ തന്നെയായിരുന്നു പിള്ളേരെ പഠിപ്പിക്കാനിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ പഠിപ്പിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനും പള്ളിയിലെ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ പള്ളിയുടെ ബാക്കിലൊക്കെ പോയി കുറേ നേരം വരുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പിള്ളേരുടെ പ്രോഗ്രാംസ് കാണാൻ വരും. ഞങ്ങളെപ്പോഴും അങ്ങനെ അധികം ഇവിടെ ഇരിക്കാറില്ല. കാരണം ചില സമയത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് വരുന്ന, അതായത് എബിക്കായിരുന്നാലും ചേച്ചിക്ക് 2 ആൺമക്കളുണ്ട് കേട്ടോ. 2 പേരും ഇവിടെ ഉണ്ട്. അവർക്കായിരുന്നാലും ഒരു മടിയായിരിക്കും അവർക്ക് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ ആയ സമയത്ത് ചോറ് കഴിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ചോറ് കഴിക്കുന്നുണ്ട്. ഞങ്ങളും വാങ്ങി ചോറ് കഴിച്ചു കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ ദിവസവും. അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവർക്കൊരു കോമ്പറ്റീഷൻ നാടകം ആയിരുന്നു കേട്ടോ. 3 ടീംസിനും നാടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുംഭസാരം എന്നായിരുന്നു അതിൻ്റെ ഒരു ടീം വെച്ചിട്ടായിരുന്നു അവർ ചെയ്തത് കേട്ടോ. പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് 3 ടീംസിലെയും അവർക്ക് ഏതൊക്കെ രീതിയിൽ ഓരോരോ നമ്മുടെ നാടകം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബിയും ഉണ്ടായിരുന്നു ആ നാടകത്തിൽ. അവനൊരു ചമ്മലാണ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിരിക്കുമ്പോഴത്തേക്ക് അവർക്കിത് ചെയ്യാനൊക്കെ ഒരു ചമ്മലായിരിക്കും പിള്ളേർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം നമ്മളവിടെ ഇരിക്കാറില്ല. പുറത്തു പോയി
ബാക്ക് സൈഡിൽ നിൽക്കുക. അവിടെ നല്ല കടലും കാറ്റും ഒക്കെയാണ് കേട്ടോ. കടലും കണ്ട് അവിടുത്തെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കും. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ ഒരു നാടകം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ഗ്രൂപ്പും നല്ല അടിപൊളിയായിട്ട് തന്നെ നാടകമൊക്കെ അവതരിപ്പിച്ചു. പിന്നെ അവർക്കൊരു വാമപ്പ് പോലെ അടുത്തൊരു ആക്ഷൻ സോങ്ങും ഒക്കെ പഠിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുമോൾ നിൽപ്പുണ്ടല്ലോ, അവൾ നമ്മുടെ പള്ളിയിലുള്ളതാണ് കേട്ടോ. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നു. അവർക്കിടയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പള്ളിയിലെ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ബന്ധുക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കും. ആ നിൽക്കുന്ന ഒരു ബ്രദർ ഉണ്ടല്ലോ, ബ്രദറും ഈ ചേച്ചിയുടെ ഒരു ബന്ധുവാണ് കേട്ടോ. ഏറ്റവും അടുത്ത ബന്ധു മാത്രമല്ല, ആ ഒരു കുഞ്ഞുനാൾ തൊട്ടേ അറിയാം. ഒരേ പള്ളിക്കാരായിരുന്നു കേട്ടോ. ആ നിൽക്കുന്ന ആ ഒരു ടേബിളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ചെമ്മാച്ചനാണ്, അല്ല ബ്രദറാണ്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ആ ബ്രദറ് അച്ഛൻ പട്ടം കെട്ടും. അങ്ങനെയാണ് കേട്ടോ. വളരെ പാവമാണ് കേട്ടോ. ഇവർ 3 പേരും വളരെ പാവമാണ്. അത്രയ്ക്ക് നമുക്ക് ഒരു സംസാരവും ഇടപെടലും തന്നെ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെന്തുമാത്രം സിമ്പിളാണെന്ന്. അത്രയ്ക്ക് സിമ്പിളായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർക്കും മത്സരങ്ങളുണ്ടായിരുന്നു, വലിയവർക്കും മത്സരം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഓരോ ക്ലാസ് ബേസ് വെച്ചിട്ടും കോമ്പറ്റീഷൻ നടത്തും കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കേട്ടോ. ഇന്നത്തെ ഒരു പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനാണ് ഇന്ന് വണ്ടി ഓടിച്ച് പോയത്, എബിയും കൊണ്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ ഒരു കയറ്റം കയറാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് വേറെ വഴി കൂടെ വന്നു. എബി കയറ്റം കയറി ഇങ്ങ് പോരുകയും ചെയ്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു മഴ പെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. കുറേ നേരം വരെ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് കേട്ടോ. പിന്നീട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഇനി ചായ ഇടണമല്ലോ. അപ്പോൾ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ടും അതേ ഡ്രസ്സ് തന്നെ ഇട്ട്, കാരണം ഒരുപാട് ജോലിയുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുളിക്കുന്ന സമയം പോലും രാത്രിയാണ്. എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം രാത്രി കുളിക്കും. അതേ പറ്റത്തുള്ളൂ കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ പിന്നെയും വിയർക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ചായയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ചേട്ടൻ കഴിക്കാനുള്ള ഫുഡും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വാങ്ങിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ചായ കുടിക്കാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ജോലിക്ക് പോയി ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് VBSന് പോകാനും പറ്റത്തില്ല കേട്ടോ. അതെന്താണെന്നുള്ള കാര്യം ഞാൻ വഴിയെ പറയാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ 3 പേരും കൂടെ ഇനി ചായ കുടിക്കാൻ പോകും. ഇനി കുറച്ച് നേരം വരെ ഞങ്ങളിതുപോലെ സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് അധികവും നമ്മൾ സംസാരിക്കാറുള്ളത്. പിന്നെ ഇത് ഡ്രസ്സിൽ എന്തോ സ്പ്രേ എന്തോ തേച്ചത് എനിക്ക് വന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. എന്തായാലും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. എന്തോ സ്പ്രേ എന്തോ തേച്ചിട്ട് ആൾ വന്നത് അതെനിക്ക് കാണിച്ചു തന്നതാ. പിറ്റേ ദിവസം ഇതിട്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊരു യാത്രയുണ്ട്, അതിന് പോകുമ്പോഴത്തേക്ക് ഇടാം, ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ആൾക്ക്. എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പം ഇനി പോകുന്ന സമയത്ത് ഇനി വേറെ വാങ്ങിക്കേണ്ടല്ലോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ 2 പുതിയ ജോഡി ടീഷർട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത്. അങ്ങനെ അതിനെടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം വരെ ചായ കുടിച്ചുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇപ്പം അധികം സംസാരങ്ങളൊന്നും വലുതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചായ കുടിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ കുറേ നേരം വരെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ചേട്ടൻ മിക്കപ്പോഴും വാങ്ങിക്കൊണ്ട് വരാൻ. ഞാൻ നിർബന്ധിച്ച് പറയും എന്തെങ്കിലും മുറുക്കോ ചിപ്സോ ഒക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് പലഹാരം കഴിക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു മുക്കി വെച്ച് കേട്ടോ. തുണി മുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മീൻ കറി വയ്ക്കാനായിട്ട് നിന്ന് കേട്ടോ. മീനെല്ലാം കഴുകി അരപ്പൊക്കെ അരച്ചതിന് ശേഷം മീൻ കറിയും വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയി കേട്ടോ. വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പാത്രം കഴുകി കേട്ടോ. പാത്രമൊക്കെ കഴുകി വീടിനകമൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയത്. എത്രയും പെട്ടെന്ന് കുളി മാത്രമല്ല, അതിന് മുന്നേ ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ആ ഒരു ചൂടും വേർപ്പും ഒക്കെ മാറ്റിയിട്ട് വേണം പോയി കുളിക്കാൻ. അല്ലാതെ നേരെ പോയി കുളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ചൂടെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനിതുപോലെ വേർത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ആദ്യമേ വന്ന് ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ആ ഒരു ക്ഷീണമൊക്കെ മാറിയതിന് ശേഷമായിരിക്കും ഞാൻ മിക്കപ്പോഴും പോയി കുളിക്കാറുള്ളത് കേട്ടോ. അല്ലാതെ കുളിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെയും വേർത്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അടുക്കളയെല്ലാം ഒതുക്കിയതിന് ശേഷം കുളിക്കാൻ പോയി. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. കുടുംബശ്രീയിലെ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറേ പൈസപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഓരോ ദിവസത്തെ ചിലവും വരവും എല്ലാം ഞാനിപ്പോൾ എഴുതി വെക്കും. അങ്ങനെയൊക്കെ എഴുതാനായിട്ടിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഡയറിയിൽ എഴുതാനൊക്കെ തോന്നുന്നതൊക്കെ ഞാൻ ചില സമയത്തൊക്കെ എഴുതി വെക്കും കേട്ടോ. ചിലപ്പോൾ മാത്രം, എപ്പോഴുമില്ല, ചിലപ്പോൾ മാത്രം ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതി വെക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചോറൂടെ കോരി കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയത്. ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും, ഇല്ലെങ്കിൽ ചില സമയത്തൊന്നും കഴിക്കാറുമില്ല, വെള്ളം മാത്രം കുടിച്ചിട്ട് കിടക്കും. അപ്പോൾ ഇത് അവർക്കുള്ള ഫുഡും എല്ലാം ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡും എല്ലാം എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു യാത്രയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിറ്റേ ദിവസം ഞാൻ BBSന് പോകുന്നില്ലെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അവിടുത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സ്നേഹയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏതൊക്കെ ആരുടെയൊക്കെ കയ്യിലാണ് ഇരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് എഴുതാനായിട്ടിരുന്നത് കേട്ടോ. ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എന്നാൽ അന്നുള്ള കാര്യം അന്നു എഴുതിയില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും കേട്ടോ. പിന്നെ അത് വേറൊരു കാര്യത്തിലോട്ടായിപ്പോവും. പിന്നെ ഇക്കാര്യം അവിടെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അന്നുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പൈസപരമായിട്ടുള്ള കണക്കും കാര്യങ്ങളെല്ലാം ഞാൻ അന്നന്ന് രാത്രി തന്നെ എഴുതി വെച്ചിട്ടായിരിക്കും മിക്ക ദിവസവും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. വളരെ ബിസി ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ. ഇനിയുണ്ട് 3 ദിവസം. 3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങളിതിനകത്ത് ഇടുകയും വേണം. അപ്പോൾ ആ അഭിപ്രായം അനുസരിച്ച് നമുക്ക് വീഡിയോസും ഇനിയും ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ ഇതിനകത്ത് ഇടേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.